എൻ്റെ ചൈൽഡ്ഹുഡ് ക്രഷ്, എൻ്റെ മോഹൻലാലിനൊപ്പമുള്ള മൂന്നാമത്തെ ഇന്റർവ്യൂ. ഇതാ ജോർജ് കുട്ടി എത്തുമ്പോൾ വീണ്ടും സുന്ദരനായിരിക്കും. അയ്യോ, അതാ ചൈൽഡ്ഹുഡിന്റെ അതിപ്പോഴും ഉണ്ട്. എന്റെ അനിയൻ വിളിച്ചു പറഞ്ഞു, ഇതാ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. ലോകത്തിൽ ചെയ്യാവുന്ന ഏറ്റവും മോശമായ ഒരു കാര്യങ്ങൾ ഒന്നാണ് നിങ്ങളുടെ അനിയൻ ചെയ്തത്. അതെ, സത്യം. ഏറ്റവും വലിയ ഒരു കാര്യത്തിന്റെ ക്ലൈമാക്സ് വിളിച്ചു പറയും. ഇനിയൊരു നെക്സ്റ്റ് ഉണ്ടാവോ? നിങ്ങളുടെ അനിയനാകണോ ഞാനും? അയ്യോ, ക്ലാരയാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി അതൊരു അഡ്ജസ്റ്റ്മെന്റിൽ ചിരിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അത് ഞാൻ നിങ്ങളുടെ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ലാലേട്ടൻ്റെ ജന്മദിനം, അപ്പം അന്ന് തന്നെ സിനിമ ഇറക്കാൻ നമുക്കുള്ള ഗിഫ്റ്റ് ആണോ? അത് ഏറ്റവും വലിയൊരു പിറന്നാൾ സമ്മാനമായി മാറട്ടെ, പ്രേക്ഷകർ മാറ്റട്ടെ. വീണ്ടും ഇതാ ജോർജ് കുട്ടി എത്തുമ്പോൾ വീണ്ടും സുന്ദരനായിരിക്കും. അയ്യോ, അതാ ചൈൽഡ്ഹുഡിന്റെ അതിപ്പോഴും ഉണ്ട്. അതെ അതെ, അല്ല ഭയങ്കര ഭയങ്കര അത് ദൃശ്യം. ഇവരെ കുറിച്ചല്ലേ പറഞ്ഞേ? ഞാൻ ലാലേട്ടനെ പറ്റിയാ. അല്ല, ദൃശ്യം 2-ലെ ജോർജ് കുട്ടീനേക്കാൾ എനിക്ക് കുറച്ചുകൂടെ ഗ്ലാമർ തോന്നിയത് ദൃശ്യം 3-ലെ ജോർജ് കുട്ടിയാണ്. സിനിമയിൽ ഇങ്ങനെ ആയിരിക്കില്ല, ടെൻഷൻ കുറച്ച് കുറഞ്ഞു. അതായിരിക്കും അല്ലേ? ഓക്കെ. ദൃശ്യം 1 ഇറങ്ങിയ സമയത്ത് നമ്മൾ സംസാരിച്ചത് ഒരു സസ്പെൻസ് അന്നുണ്ടായിരുന്നോ? ഇന്റർവ്യൂ ആയിരുന്നോ? ദൃശ്യം 1-ന്റെ അല്ല, നമ്മൾ ആദ്യം ചെയ്തത് നേരെ. അതാ ചോദിച്ചേ. 13 വർഷം മുമ്പ് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അല്ല, അന്നാ നമ്മൾ ക്രഷിൽ കിടക്കുന്ന സാധനം. പക്ഷെ അതിനൊരു മാറ്റമില്ല, അത് ഇപ്പോഴും അങ്ങനെ തന്നെ. താങ്ക് യു. അപ്പം ദൃശ്യം 1 ഇറങ്ങിയ സമയത്ത് നമ്മൾ സംസാരിച്ചത് ഈ സസ്പെൻസ് ഫാക്ടറിനെ കുറിച്ചിട്ടാണ്. ദൃശ്യം 2 ഇറങ്ങിയപ്പോൾ നമ്മൾ സംസാരിച്ചത് ജോർജ് കുട്ടിയുടെ ഒരു ഇന്റലിജൻസിനെ കുറിച്ചിട്ടാണ്. ദൃശ്യം 3 ഇറങ്ങുമ്പോൾ നമ്മൾ എന്താ സംസാരിക്കുക? എനിക്കത് വേറെ രീതിയിലാണ് തോന്നുന്നത്. ആക്ച്വലി ദൃശ്യം 1-നകത്താണ് ഒരു ഇൻ്റലിജൻസ്. അതെ, കാരണം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഓൾറെഡി ഹൈഡ് ചെയ്ത് വെച്ച കാര്യത്തിന് അങ്ങോട്ട് ഇനി അഥവാ പോലീസ് വന്നാൽ എന്താ പറയുക, അതിനെതിരെ ശക്തമായ ഒരു തെളിവുകൾ നിരത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചു. ദൃശ്യം 2 എന്ന് പറയുന്നത് ആക്ച്വലി ജോർജ് കുട്ടിയുടെ ഡിഫെൻസാണ്. കാരണം അതിലും സേഫാക്കിയൊരു പൊസിഷനിൽ കൊണ്ട് ഈ സാധനം എത്തിച്ചു. പക്ഷേ എന്തെങ്കിലും വരും എന്നുള്ള ഒരു ശക്തമായ തോന്നലിൽ തന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ള കരുക്കൾ നീക്കി അത് ചെയ്തു വെച്ചു. ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ച ജോർജ് കുട്ടിയുടെ ഇപ്പോൾ മൂന്നാമത് വരുമ്പോൾ ഇത്രയും നാൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്ത് നടന്നുകൊണ്ട് ഇരിക്കുന്ന ജോർജ് കുട്ടിയുടെ ലൈഫിൽ എന്താണ് നഷ്ടമായത് എന്നുള്ളതാണ് ദൃശ്യം. അദ്ദേഹത്തിനുണ്ടായ നഷ്ടങ്ങൾ എന്താണ്? പിന്നെ ഇത് ഞാൻ പറയട്ടെ, എല്ലാം പോസിബിലിറ്റിയിൽ ജീവിക്കുന്ന ആളാണ്. ഇങ്ങനെ അയാളിതിൽ ഭയങ്കര മിടുക്കനായിട്ട് ചെയ്തതല്ല, ഇങ്ങനെ ചെയ്തു. പക്ഷെ എപ്പോൾ വേണേലും പിടിക്കപ്പെടാം, അങ്ങനെയാണല്ലോ. അയാൾ ട്രൈ ചെയ്യാണ്. ഇപ്പോൾ അത് ആദ്യം അയാളൊരു ബോഡി കൊണ്ട് കുഴിച്ചിട്ടു, അത് എന്തെങ്കിലും സംഭവിച്ചാൽ അത് കണ്ടുപിടിക്കാം. പക്ഷേ ഭാഗ്യം, അത് നമ്മൾ പറയുന്നല്ലോ, ഭാഗ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരിക്കില്ല എന്നുള്ളത് അല്ലേ പറയുന്നത്. രണ്ടാമത്തേലും അയാൾ ട്രൈ ചെയ്യാണ്, മൂന്നാമത്തേലും അയാൾ ട്രൈ ചെയ്യാണ്. പക്ഷേ അയാൾക്കൊരു ഒരു ഒരു എന്താ പറയേണ്ട, ഒരു ട്രോമയിൽ തന്നെയാണ് ആദ്യം മുതൽ. അയാൾ ഭയങ്കര ദുഃഖിതനാണ്. അയാൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സന്തോഷവാനല്ല. എപ്പോൾ വേണേലും പിടിക്കപ്പെടാം എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥയാണ്. ഒരു വല്ലാത്തൊരു ട്രോമയാണ്. അപ്പം കുറച്ചുകൂടെ ഒരു ഇമോഷണൽ ഫിലിം ആകാൻ സാധ്യത. അയാളുടെ ഇമോഷൻസാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. കാര്യം 13 വർഷം കൊണ്ട് ആ ഫാമിലി വലുതായി, കുട്ടികൾ വലുതായി. ഗീതാ പ്രഭാകർ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ, കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതൊക്കെയാണ് ദൃശ്യം 2-ൻ്റെ അവസാനം പറയുന്ന സെൻറ്റൻസ് ആക്ച്വലി ദൃശ്യം 3-ലേക്കുള്ള ഇതാണ്. അതായത് നമ്മുടെ അടുത്ത വരവിനായിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ്, അതാണ് അയാൾക്കുള്ള ശിക്ഷ എന്ന്. അതായത് പോലീസ് വരുന്നില്ലെങ്കിലും ഇയാൾ തയ്യാറെടുപ്പിലാണ്. ചിലപ്പോൾ പോലീസ് വരുന്നുണ്ടാവില്ല, പക്ഷേ ഇയാൾ തയ്യാറെടുപ്പിലാണ്. അയാൾക്കത് മരിക്കുന്നിടം വരെ ചെയ്തേ പറ്റൂ. നേരത്തെ പറഞ്ഞ പോലെ രാത്രി ഒരു ചെറിയ ശബ്ദം കേട്ടാലും ജോർജ് കുട്ടിക്ക് ഭയങ്കര ടെൻഷനാണ്. നേരത്തെ പറഞ്ഞാലും എല്ലാ ദിവസവും രാത്രി ഇവരെ സ്വപ്നം കാണും. പ്രഭാകരനെ പോലും അല്ല, ഗീതാ പ്രഭാകർക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതായത് ജോർജ് കുട്ടീനോടൊരു റിവെഞ്ചിനേക്കാൾ ഉപരി ഗീതാ പ്രഭാകർ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു ഗ്രീഫ് ഉണ്ടല്ലോ, ആ ഗ്രീഫ് മാറില്ല എന്ത് തന്നെയായാലും ശരി. പക്ഷെ 3-ലേക്ക് എത്തുമ്പോഴോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വപ്നം കാണും. ഞാനും സ്വപ്നം കാണാണ് ജോർജ് കുട്ടിയെ പിടിക്കുന്നതായിട്ടുള്ളൊരു സ്വപ്നം മനസ്സിൽ ഒരിക്കലും. അത് ഇത് 2 ഫാമിലി, 2 അമ്മമാരുടെയും കൂടെ കഥയാണ്. അപ്പോൾ അവരുടെ ഒരാൾക്കൊരു മകളും ഒരാൾക്കൊരു മകനും നഷ്ടപ്പെട്ട, അപ്പോൾ സെയിം ഫീലിംഗ് ആണ്. നമ്മൾ എപ്പോഴും ജോർജ് കുട്ടിയുടെ കാര്യം മാത്രമേ പലരും ചിന്തിക്കാറുള്ളൂ. ശരിക്ക് ഓപ്പോസിറ്റും ചിന്തിക്കാം. അവരെവിടാണ്, അവർക്ക് എന്ത് സംഭവിച്ചു. ഒരുപക്ഷെ ജോർജ് കുട്ടി എല്ലാ ദിവസവും ആലോചിക്കുന്നുണ്ടാവും അവരെവിടാണ്. കാര്യം
ഒരു നിശബ്ദത എന്ന് പറയുന്നത് ഭയങ്കര ഒരു ട്രോമയാണ്. കാര്യം എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടിരുന്ന അറിയാം. ഇതിൽ പറയുന്നുണ്ട് നമ്മൾ, എൻ്റെ പുറകിൽ ഒരുപാട് പേരുണ്ടെന്നാണ് പറയുന്നത്, എനിക്ക് ഭയമാണെന്നാണ്. അപ്പം കൂടുതലും നമ്മൾ ഈ ആദ്യത്തെ ഇൻ്റലിജൻസോ അല്ലെങ്കിൽ പുള്ളിയുടെ പിന്നെ ഡിഫെൻസോ ഒന്നും അല്ലാതെ ഇപ്പം നമ്മളൊരു ഇതിൽ നിന്ന് ഒരു എസ്കേപ്പ് ഒരു രക്ഷപ്പെടൽ വേണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. അതിൽ അയാൾ എങ്ങനെ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് 21-ാം തീയതി അറിയാൻ പറ്റുമോ? ഞാനും കാത്തിരിക്കുന്നു. എങ്കിലും ഈ ഒരു ദൃശ്യം തുടങ്ങിയിട്ട് ഇപ്പം ഇത്രയും വർഷത്തിന് ശേഷം അതിൻ്റെ 3-ാം ഭാഗം വരുന്നു. നമ്മൾ ജോർജ് കുട്ടീൻ്റെ മനസ്സ് നമുക്കറിയാം, റാണിയമ്മയുടെ മനസ്സറിയാം, മക്കളുടെ മനസ്സറിയാം, ഗീതാ പ്രഭാകരൻ്റെ ഒക്കെ മനസ്സറിയാം. പക്ഷെ ഇവരുടെ മനസ്സിലേക്ക് നിങ്ങൾ ഇത്രയും കാലത്തിന് ശേഷം വന്ന് കയറുമ്പം നിങ്ങൾക്കൊരു ചാലഞ്ചിങ് ആണോ ഈ ഒരു കഥാപാത്രത്തിലേക്ക് എത്തുന്ന ഒരു സംഭവം? എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങൾ ഇത്ര വർഷം കടന്നു പോകുന്നതിനൊപ്പം പ്രേക്ഷകർ ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാര്യം ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ള ചോദ്യം എന്താണ്, വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള ചോദ്യം തന്നെ. അപ്പോൾ എല്ലാ പ്രേക്ഷകരിലും ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞതുപോലെ ജോർജ് കുട്ടിയുടെയും ഗീതാ പ്രഭാകരൻ്റെയും ഒക്കെ മനസ്സിലെ ദൃശ്യത്തിൽ ഓരോരോ സിറ്റുവേഷൻസും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ പ്രേക്ഷകർ ഞങ്ങളോടൊപ്പം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കോട് പ്രത്യേകിച്ച് നമുക്കത് ഇതൊന്നും പറഞ്ഞ് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മളെക്കാൾ കൂടുതൽ പ്രേക്ഷകർക്ക് അത് ഓർമ്മയുണ്ടെന്നുള്ളത് തന്നെയാണ്. അപ്പം ആ ഒരു പ്രോബ്ലം ഉണ്ടാവുമെന്ന് തോന്നിയിട്ടേ ഇല്ല കേട്ടോ എനിക്ക്. സോ അത്ര ഷുവറാണ് ആൾക്കാർക്ക് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള ഒരു ചോദ്യത്തിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. ഞാൻ ജിത്തു സാറിനോട് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജിത്തു സാറിന് ഈ ദൃശ്യമൊക്കെ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഫുള്ള് ട്വിസ്റ്റിൻ്റെ ഒരു പ്രശ്നമായിരുന്നല്ലോ, അപ്പം സാറിന് അത് ഭാരമാവുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാർ അങ്ങനെയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജോർജ് കുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? എനിക്ക് തന്നെ അയാളെ ആരാണെന്ന് അറിയാം, ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത്രയും ഒരു ഡിഫിക്കൽട്ട് ക്യാരക്ടറാണ് ജോർജ് കുട്ടി. ഇപ്പം നമ്മളൊരു നേരത്തെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ പോലെ ഒരു കഥാപാത്രം ചെയ്യുമ്പോഴേ ഇത്രയും നമ്മളെ ഹോണ്ട് ചെയ്യാം, അങ്ങനെ ചെയ്യാം. പക്ഷേ ഇയാളെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പക്ഷേ അദ്ദേഹത്തിനും അങ്ങനെ തന്നെ ആയിരിക്കാം. ഇയാൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാര്യം അയാൾ ഭയങ്കര കാൽക്കുലേഷനിലൊക്കെ ആയിരിക്കാം ജീവിക്കുന്നത്. അതിൽ നിന്നൊരു ചെറിയൊരു ബബിള് പൊട്ടിയാൽ എല്ലാം തകർന്നു പോകും. അപ്പോൾ അത്രയും ഒരു ഇൻ്റലിജൻ്റായിട്ടും റിഫ്ലെക്സിലും പിന്നെ ഒരു പേടിയിലും ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളുടെ ഒരു ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ട്രോമയാണ്. അപ്പം ആ ഗ്രീഫ് ഞാൻ ഏറ്റെടുക്കുന്നില്ല, അത് ജോർജ് കുട്ടിക്ക് തന്നെ കൊടുത്തിരിക്കുകയാണ്. കാര്യം നമുക്ക് പിന്നെ ആ സിനിമ ചെയ്യുന്നതിലുള്ളൊരു എക്സൈറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 വർഷം മുമ്പ് പോയി അതേ വീട് തന്നെയാണ്, അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം. അവിടുത്തെ ആൾക്കാരൊക്കെ മാറിയിട്ടെങ്കിലും അവിടുത്തെ അന്നത്തെ ഗൃഹനാഥനും തന്നെയാണ്. അന്ന് കഴിച്ച ഭക്ഷണമൊക്കെ അവർ വീണ്ടും ഉണ്ടാക്കി തരും. അവർക്കും ജോർജ് കുട്ടിയും ഫാമിലിയും വരുന്നതൊരു വലിയ സന്തോഷമാണ്. അത് അവർക്കും അറിയാം. പക്ഷെ അവർക്ക് ഇതിൻ്റെ ക്ലൈമാക്സ് ഒന്നും അറിഞ്ഞൂടാ. ഇല്ലല്ല, സീരിയസ് ആയിട്ട് നമ്മുടെ പക്ഷേ നമ്മുടെ കൂടെ ഇതിൽ വർക്ക് ചെയ്ത പലർക്കും ഇതെങ്ങനെയാണ് ഇത് എൻഡ് ചെയ്യുന്നതെന്നുള്ള അറിയില്ല. അപ്പം അത്രയും കുറച്ച് പരിശ്രമിച്ചാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും നമ്മൾ ആദ്യം ഇതിൻ്റെ ക്ലൈമാക്സ് കാണിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പം ആൾക്കാർക്കും മനസ്സിലാവില്ല. പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് രണ്ടാം ക്ലൈമാക്സിൽ ചേർത്തു. എനിക്ക് മനസ്സിലായില്ല. അല്ല, ഞങ്ങളെല്ലാം ആദ്യം ക്ലൈമാക്സ് വേണ്ടാന്ന് തീരുമാനിച്ചു. കാണിക്കണ്ട എന്ന് വിചാരിച്ചു. പിന്നെ ആർക്കും മനസ്സിലായല്ലോ. പിന്നെ എല്ലാവരും കൂടെ അത് പിന്നെ വേണ്ടാതെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, ഇനിയൊരു നെക്സ്റ്റ് ഉണ്ടാവോ? ഇതിന്റെ ക്ലൈമാക്സ് കണ്ടിട്ട് പറയും. എങ്കിലും ലാലേട്ടന്റെ ഫേവറേറ്റ് ജോർജ് കുട്ടി ഏതാ? ഫസ്റ്റിലത്തെ ആണോ, സെക്കൻഡിലത്തെ ആണോ, തേർഡിലത്തെ ആണോ? അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഫസ്റ്റ് ജോർജ് കുട്ടി ഉണ്ടായതുകൊണ്ടല്ലേ സെക്കൻഡ് ഉണ്ടായത്. പിന്നെ അയാൾക്ക് ഇപ്പം അതിന് രക്ഷപ്പെടാൻ അതായത് ജോർജ് കുട്ടിയുടെ അവസ്ഥ നമ്മൾ പറയും ഒരു പുലിയുടെ മുകളിൽ കയറിയത് പോലെയാണ്. അതിൻ്റെ കൂടെ ഓടിയേ പറ്റുള്ളൂ. മുകളിൽ ഇരുന്ന് ഇറങ്ങിയാൽ അത് കടിച്ചു കൊല്ലും. സോ യു ഹാവ് ടു റൺ. ജോർജ് കുട്ടി അതേ അവസ്ഥയാണ്. ഗീതാ പ്രഭാകർ അതേ അവസ്ഥയിലാണ്. ഗീതാ പ്രഭാകരൻ്റെ അവസ്ഥ ഇത് അവർ ഏറ്റവും വലിയൊരു പൊസിഷനിൽ ഇരുന്നിട്ട് ഇത്രയും ഒരു പാരഫെർനേലിയ അല്ലെങ്കിൽ സന്നാഹം ഉണ്ടായിട്ട് അവർക്ക് ഇത് പിടിക്കാൻ പറ്റിയില്ലല്ലോ. അവരെത്രയോ കേസുകൾ തെളിയിച്ച ആളാണ്. സ്വന്തം മകൻ്റെ കാര്യത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന ഒരു ഭയങ്കര ഗ്രീഫ് ഉണ്ടാകും. അതേപോലെയാണ് ജോർജ് കുട്ടി അല്ലേ. അയാളുടെ മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതുപോലെ ഇദ്ദേഹം ഇതിന് 4 എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള കാര്യം ഇതിൻ്റെ മുകളിൽ കയറിയിരുന്നു പോയി. അപ്പം അതിൻ്റെ കൂടെ പ്രേക്ഷകർ ഓടുന്നു. ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെ അവരടിച്ചു. അതെ, പക്ഷെ എന്റെ ഫേവറേറ്റ് ഫസ്റ്റിലത്തെ ആയിരുന്നു. അതെന്താ? അത്രയും ഫ്രീ ആയിട്ടുള്ള, അത്രയും സ്നേഹമുള്ള, അത്രയും എന്താ പറയുക ജോളി ആയിട്ടുള്ള ഒരു അച്ഛൻ. ഇപ്പോഴും അതേ സ്നേഹത്തിൽ ഉള്ളില് പേടിയല്ലേ? അതുണ്ടാവും. പക്ഷെ അതൊന്നും വെളിയിൽ കാണിക്കുന്നില്ലല്ലോ. ഇല്ല, അയാളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അതാ പറഞ്ഞത്, എനിക്കറിയില്ല എന്നുള്ളത്. ഒരു ആക്ടറിന് ആ ക്യാരക്ടറിനെ അറിയാതെ പെർഫോം ചെയ്യുന്ന ഒറ്റ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുള്ളത് ജോർജ് കുട്ടിയാണ്. പക്ഷെ ജിത്തു സാറിന് അറിയില്ലേ ജോർജ് കുട്ടിയുടെ മനസ്സ്? സത്യം പറഞ്ഞാൽ ജോർജ് കുട്ടി എന്ന് പറയുന്ന ആളുടെ മനസ്സെനിക്ക് ഫസ്റ്റിൽ അറിയായിരുന്നു. സെക്കൻഡ് തൊട്ട് പതുക്കെ എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയിക്കൊണ്ടിരിക്കുക. കാരണം ജോർജ് കുട്ടി അൺപ്രഡിക്റ്റബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. കഥാകൃത്തിൻ്റെ കയ്യിൽ നിന്ന് കൺട്രോളിൽ നിന്ന് വളർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ശരിക്കും ജോർജ് കുട്ടി വന്നത്. കാരണം ഞാൻ ഒരിക്കലും ഈ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ
ജോർജ് കുട്ടി ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പം അത് വളർന്നു പോവുകയാണ്. ബിയോണ്ട് മൈ കൺട്രോൾ നൗ. അതെ, ഇപ്പൊ ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും വലിയ ഫ്രാഞ്ചൈസ് ആയിട്ട് മാറട്ടെ. അതെ, കാര്യം 1, 2, 3 എന്ന് പറയുന്നത് വലിയ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് എല്ലാ പ്രേക്ഷകരും നമ്മുടെ കേരളത്തിലെ മാത്രമല്ല പുറത്ത് പോയാലൊക്കെ പലരാലും ദൃശ്യം എന്നാണ് പറയുന്നത്. പിന്നെ ഇത് പറയാനും എളുപ്പമാണ്. അതെ, വേറെ ഹിന്ദിയിൽ ചെന്നപ്പോഴും ഇതേ വാക്യല്ല. അപ്പോൾ അതുകൊണ്ട് എന്നാണ് അടുത്ത റിലീസ്, പലർക്കും അറിയാതെ എന്ത് സംഭവിച്ചു, അതിൻ്റെ ക്ലൈമാക്സ് എങ്ങനെയാണെന്നൊക്കെ അറിയണം. നിങ്ങൾക്കും അറിയാൻ താല്പര്യമുണ്ട്. 21-ാം തീയതി വരെ വെയിറ്റ് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതെ. ഞാൻ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ജോർജ് കുട്ടിയുടെ സംഭവം ശരിക്കും ലൈഫിലുണ്ടായി എന്ന് വിചാരിക്കുക. ജോർജ് കുട്ടിക്ക് സംഭവിച്ചതേ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ജോർജ് കുട്ടിയുടെ അത്രയ്ക്ക് മനസ്സാന്നിധ്യം ലാലേട്ടനുണ്ടോ? അങ്ങനെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. എപ്പോഴും ഒരു സിറ്റുവേഷൻ അനുസരിച്ചല്ലേ മനുഷ്യൻ, അല്ലേ? ഒരു ഇപ്പം ഞാനൊരു കാര്യം ഒരു പ്രത്യേക സന്ദർഭത്തിൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഇപ്പം പറയാൻ പറ്റില്ല. ഞാനാണെങ്കിൽ പിടികൊടുത്തിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞല്ലേ 13 വർഷം കൊണ്ട് സുഖമായിട്ട് വീട്ടിൽ വന്നു, അല്ലേ? അങ്ങനെ ചെയ്താൽ നല്ല നടപ്പാണെങ്കിൽ ഞാനൊരു അതെ, എന്തായാലും അവിടെ പോയിട്ട് നല്ല നടപ്പായിരിക്കും. പക്ഷേ അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. അതല്ലാതാക്കി മാറ്റുന്നതാണല്ലോ അതിൻ്റെ ബ്രില്യൻസ്. ഇപ്പം എല്ലാ സിനിമയിലും അങ്ങനെയല്ലേ? ഇപ്പോൾ ഒരാളെ വെടിവെച്ച് കൊല്ലുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മൾ വെടിവെച്ച് കൊല്ലും ആവശ്യമില്ലാത്തവരെ, അല്ലെങ്കിൽ നമുക്ക് വെടിയേറ്റ് മരിക്കും. അതുപോലല്ല അയാളൊരു ഫാമിലിക്ക് വേണ്ടി, അവരുടെ ഫാമിലിക്ക് വേണ്ടി ഒരു വലിയ ടഗ് ഓഫ് വാറാണ്. ഇവർക്കത് പ്രൂവ് ചെയ്യണമെന്നുണ്ടായിരിക്കാം ഇപ്പോഴും. എനിക്ക് ഗീതാ പ്രഭാകരനെ അറിഞ്ഞുകൂടാ, അവർക്കും അറിഞ്ഞൂടാ ഇനി അടുത്ത് എന്താ ഇവർ ചെയ്യാൻ പോകണമെന്ന്. അപ്പോൾ ഇതിലെ ഒരു ഭയങ്കര ഫണ്ണെന്ന് പറയുന്നത്, ടു ബി വെരി ഓണസ്റ്റ്, ഇതിലിപ്പോൾ റാണി എന്ന് പറയുന്നവർക്ക് ഇനി അവിടുത്തെ എന്താ ചെയ്യാൻ പോകണമെന്ന് അവർക്ക് അറിയാൻ പറ്റില്ല. എങ്ങനെയാണ് ജോർജ് കുട്ടിയുടെ പെരുമാറ്റം എന്നറിയാൻ പറ്റില്ല. കുട്ടികൾ എങ്ങനെ ആയിരിക്കുന്നു ഒന്നും അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അതാണ് ഈ സെയിം പ്രോബ്ലമാണ് പുള്ളിക്കും. ഇപ്പോൾ ദൃശ്യം 4 എഴുതണമെങ്കിൽ അതെങ്ങനെ ആകണമെന്ന് ഇപ്പോഴേ അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ 3ൻ്റെ ഒരു സക്സസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ അപ്പോഴത്തേക്ക് ആൾക്കാർ വേറെ 4 കഥ ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ ആൾക്കാർ പറയും എന്നാ പിന്നെ നിങ്ങൾക്കൊരു കഥ ഉണ്ടാക്കി തുടങ്ങും. അപ്പോൾ ആന്റണി പറയും എന്നാ പിന്നെ അങ്ങനെയാണ്. ഓക്കെ, എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, 4 കൂടെ വരട്ടെ. അല്ല, ഒന്നും തീരുമാനമൊന്നും ആയില്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ 3 ഇറങ്ങട്ടെ. അതെ, എങ്കിലും ചോട്ടെ, എനിക്ക് തോന്നുന്നു ഫസ്റ്റിൽ ഏറ്റവും കൂടുതൽ ചീത്ത കേട്ട, പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ചീത്ത കേട്ട 2 ക്യാരക്ടേഴ്സ് ആയിരിക്കും ചേച്ചി. അത് ഫസ്റ്റിലും സെക്കൻഡിലും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റിൽ എന്ന് വെച്ചാൽ ആദ്യമായിട്ട് നേർക്കുനേർ വന്നിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പം ഷാജോൺ ചേട്ടൻ്റെ കഥാപാത്രം, ഞാൻ ഷാജോൺ ചേട്ടനോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്നുള്ള കാര്യം ഞാൻ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടനെ തല്ലുന്നത് ഞങ്ങൾ സഹിക്കൂല, ഫാൻസ് അസ്വസ്ഥരാണ്. അപ്പോൾ ചേച്ചിക്ക് ആ ഒരു സമയത്തിലത്തെ ആ ഒരു സംഭവം എങ്ങനെയായിരുന്നു? അതായത് ഇതിന്റെ ഒരു എഫക്റ്റ് എന്തായിരിക്കും എന്ന് അന്ന് അറിയായിരുന്നു? അല്ല, ആദ്യം ഇതിൻ്റെ ഇത്ര ഒരു സീരിയസ് ഒന്നും അറിയില്ല, ഇത്ര ഒരു വലിയൊരു ഹിറ്റാവും ഈ സിനിമ, ഇത്രയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നൊന്നും അറിയില്ല. എനിക്ക് പോലീസിനെ കാണുമ്പോൾ തന്നെ പേടിയാണ്. ഇവർ രണ്ടുപേരും പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോലീസിൻ്റെ വേഷമൊക്കെ ഇട്ടത്. പക്ഷെ ആ കഥാപാത്രം പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നുള്ളതിൽ വലിയ സന്തോഷം. പക്ഷെ ആദ്യത്തിൽ എനിക്ക് അത്ര പേടിയുണ്ടായിട്ടില്ല. രണ്ടാമത്തിൽ എനിക്ക് കുറച്ചൊരു പേടിയുണ്ടായിരുന്നു. അടിയൊക്കെ കൊടുക്കുമ്പോൾ ഈശ്വര എന്നുള്ള ആർക്കാണ്, ആരുടെ കൂടെയാണ് ഇടാ എന്നൊക്കെ വിളിക്കുന്നതിൻ്റെ ഒരു ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പ്രേക്ഷകർ അത് ഭയങ്കര പോസിറ്റീവായിട്ടാണ് എടുത്തത്. ഓഫ് കോഴ്സ് ഒരു കഥാപാത്രമായിട്ട് കണ്ടു എന്നുള്ളത്. എങ്കിലും ആ ഒരു ഒപ്പം നിൽക്കുമ്പോഴുള്ള, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഒച്ചയെടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ ആ പേടി എപ്പോഴും ഉണ്ട്. അത്രയും പിന്നെ അത് കഥാപാത്രമായി കാണുന്നു, അത്രേ ഉള്ളൂ. എങ്കിലും ഗീതാ പ്രഭാകർ തന്നൊരു റീച്ച് ഉണ്ടല്ലോ, ഇപ്പം ആലോചിക്കുമ്പോൾ അത് ഭയങ്കര ഒരു സംഭവമല്ലേ? പിന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവമാണെന്ന് പറയാം. ജീവിതത്തിലെ ആ ഒരു നേരത്തെ പറഞ്ഞ ട്വിസ്റ്റ് എൻ്റെ ജീവിതത്തിൽ ഓഫ് കോഴ്സ് ഗീതാ പ്രഭാകറാണ്. ക്രെഡിറ്റ് ഗോസ് ടു 2 പേർക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ ദൃശ്യം കാണാൻ പോയത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഇവിടെ എല്ലാം പുറത്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്താണ് ദൃശ്യം കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ട്വിസ്റ്റ് അറിഞ്ഞിട്ട് കാണാൻ പോയതായിരുന്നു. അപ്പം എനിക്ക് തിയേറ്ററിൽ ഇരുന്നിട്ട് എനിക്കറിയാം ഇതെവിടെയാണ് കുഴിച്ചിട്ടേക്കണമെന്ന് എനിക്കറിയാം. എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഫസ്റ്റ് എനിക്കിത് പറയാൻ പറ്റുന്നില്ല. അടുത്തിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയണം, കാരണം അവരൊക്കെ ഇങ്ങനെ ഇതായിട്ട് ഇരിക്കുക, ഞാൻ മാത്രം എനിക്കറിയാലോ. അങ്ങനെ അറിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ അനിയൻ വിളിച്ചു പറഞ്ഞു. ഞാൻ എടുത്തു പോയി, എന്താടാന്ന് ചോദിച്ചു പോയി. പറഞ്ഞ വഴിക്ക് പറഞ്ഞു അതാ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പൊ എനിക്കറിയില്ലല്ലോ ഇവൻ എന്താ പറയുന്നത്. എന്നിട്ട് ഞാൻ ഇരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഈശ്വരാ എനിക്കിനി അറിയാം. പക്ഷെ പറഞ്ഞു കഴിഞ്ഞവരെല്ലാരും കൂടെ എന്നെ കൊല്ലും. എങ്കിലും അതെ, പക്ഷെ അത് എങ്ങനെ കുഴിച്ചിട്ടു അറിയാനൊരു ആഗ്രഹമില്ലേ? എന്നാലും ലാലേട്ടാ നമ്മള് ലോകത്തിൽ ചെയ്യാവുന്ന ഏറ്റവും മോശമായ ഒരു കാര്യങ്ങൾ ഒന്നാണ് നിങ്ങളുടെ അനിയൻ ചെയ്തത്. അതെ, സത്യം. ഏറ്റവും വലിയ ഒരു കാര്യത്തിന്റെ ക്ലൈമാക്സ് വിളിച്ചു പറയാം. അനിയനോട് പറയൂ. അയ്യോ, ഞാനത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, അനിയനായി പോയി. ഞാൻ എൻ്റെ വീട്ടിലുള്ളവരോട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കൂടെയുള്ള ആരോടും കഥ പറഞ്ഞു. അവസാനം ഏറ്റവും ലാസ്റ്റ് മൊമെന്റിലാണ് ഈ ഒരു കാര്യം അറിയുന്നത്. ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ട് ആ സംഭവം. ലാലേട്ടന് പക്ഷെ ഇപ്പം എല്ലാരും ചോദിക്കുമല്ലോ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ പല കഥകൾ പറയും. അയാൾ വീട്ടിലോട്ട് പോയി വണ്ടി ഇടിച്ച് മരിച്ചു. അതെ, പിന്നെ ഇയാൾ ഇതില്ലല്ലേ, ഇയാളുടെ എന്തോ ഒരു സാധനം ആദ്യത്തെ
വെള്ളം മറ്റേ മാരുതി കാർ വെള്ളത്തിൽ അതിലുണ്ടാന്ന് നോക്കാൻ അതിൽ ചാടിയപ്പോൾ മുതല പിടിച്ച് തിന്നു. അങ്ങനെയൊക്കെ പറയാം. അല്ലാതെ ക്ലൈമാക്സ് എങ്ങനെ പറഞ്ഞു കൊടുക്കണം? നിങ്ങളുടെ അനിയനാകണോ ഞാനും? അയ്യോ, എനിക്കിനി വീട്ടിൽ കയറാൻ പറ്റും തോന്നുന്നില്ല. ഇത് പുറത്ത് പറയുന്നത് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ പല സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് ആ ഫ്രസ്ട്രേഷൻ പുറത്ത് വരും. എങ്കിലും അതെ, ഈ ഒരു ട്വിസ്റ്റ് അറിഞ്ഞിട്ടേ നിങ്ങൾ പിന്നെ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അനുഭവം എങ്ങനെയാണ്? പക്ഷെ നമ്മൾ പ്രേക്ഷകരോടിരുന്ന് കാണുമ്പോൾ അതിന് വേറൊരു ഫീലാണ്. ഒരു സിനിമ ഇപ്പം ഞങ്ങൾ അത് ഡബ് ചെയ്യുമ്പോഴും എത്രയോ പ്രാവശ്യം അതിനെ കണ്ടു. പക്ഷെ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ. അതിൽ മ്യൂസിക് വന്നു, അതിൽ എഡിറ്റിംഗ് നടത്തി, അതിൻ്റെ അകത്ത് പിന്നെ ഈ എന്താ പറയുക അതിൻ്റെ സൗണ്ട്, ബാക്കി ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ട് അതിനെ എലിവേറ്റ് ചെയ്യും. അങ്ങനെ പ്രേക്ഷകരോട് ഇരിക്കുമ്പോൾ എത്രയോ ആൾക്കാരുടെ മനസ്സിൽ കൂടെയാണ് ആ സിനിമ കാണുന്നത്. അപ്പോൾ അവരുടെ റിയാക്ഷനോടൊപ്പം നമ്മളൊരു പ്രേക്ഷകനായിട്ട് മാറും. ആ കഥയെ അറിയാമെങ്കിലും ആ സിനിമയിലേക്ക് നമ്മളും അതിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയാണ് ഒരു സിനിമ കാണേണ്ടത്. അപ്പോൾ സിനിമ കണ്ടിട്ട് മോശം എന്നൊക്കെ പറയാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. പക്ഷേ ആ സിനിമ അതിൻ്റെ കൂടെ സഞ്ചരിക്കണം എന്നുള്ളതാണ്. ഏത് സിനിമയായാലും നല്ലത് ചീത്ത എന്നൊക്കെ നിങ്ങൾക്ക് പിന്നെ ഡിസൈഡ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ദൃശ്യം കണ്ടിട്ട് ആ കൊള്ളൂലെന്ന് പറയാൻ ഒരു കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മളെടുത്തിരിക്കുന്ന എഫേർട്ട്, നമ്മളതിൻ്റെ പുറകിൽ 13 വർഷം എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടറിനെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ അത് വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ഞങ്ങളുടെ പ്രേക്ഷകർ എന്താ പ്രതീക്ഷ എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ അത്യാവശ്യം മോശമല്ലാത്തൊരു സിനിമ നമുക്ക് നല്ലൊരു സിനിമയാണ്. ജീതു സാറിന് ഈ ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണോ തിയേറ്ററിൽ സിനിമ കാണുന്ന സമയത്ത്? എൻ്റെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. നമ്മൾ ഇത് എന്താ പറയുക, എഡിറ്റിങ്ങും കഴിഞ്ഞ് മ്യൂസിക്കും ചെയ്ത് മ്യൂസിക് തന്നെ കറക്ഷൻസും ചെയ്ത് നമ്മളിങ്ങനെ എത്രയോ ഒരു 10-100 തവണയെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മ്യൂസിക് കഴിഞ്ഞ് ആ വേർഷനും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കെപ്പോഴും ഒരിക്കലും ആ ഓരോരുത്തർ വന്നിട്ട് അത് പ്രത്യേകിച്ച് ഫസ്റ്റിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പറയുമ്പോൾ അതിങ്ങനെ വന്നു കഴിയുമ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ എനിക്കത് കിട്ടിയിട്ടില്ല. പിന്നെ നമുക്കൊരു ഇത് കിട്ടുന്നതെന്ന് വെച്ചാൽ തിയേറ്ററിൽ നമ്മൾ അങ്ങനെ ഒരു ആ ക്ലൈമാക്സ് വരുമ്പോൾ തിയേറ്ററിൽ ഓഡിയൻസിൻ്റെ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, കൈയടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഓക്കെ, ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു, അവരത് എൻജോയ് ചെയ്യുന്നതാണ്. അല്ലാതെ പേഴ്സണലി എനിക്ക് ആ ഒരു ഗൂസ് ബംബ് എഫക്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടത്തില്ല. കാരണം നമ്മൾ എഴുതിയൊരു സാധനം നമ്മൾ തന്നെ അത് വർക്ക് ചെയ്തു, എത്രയോ തവണ അത് ചെയ്തു. ഇപ്പോൾ സാറ് ഇപ്പം ഇനിയിപ്പം ഇപ്പോൾ 3 അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ വെച്ചാൽ സാറ് അതിൻ്റെ മ്യൂസിക് ഏരിയ ഒന്നും ഇപ്പോൾ കണ്ടിട്ടില്ല. ഫ്രഷ് ആയിട്ട് വന്നു കഴിയുമ്പോൾ ആ മ്യൂസിക് ആദ്യമായിട്ട് കേൾക്കുക. ഞാനെന്ന് പറയുന്നത് അവിടെ ഇരുന്നുകൊണ്ട് ആ മ്യൂസിക് ഇട്ട് പണിത് ആ മ്യൂസിക് ഡയറക്ടറിനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒത്തിരി തവണ കണ്ടതാണ്. അപ്പോൾ പിന്നെ നമുക്കത് അതെ. ഈ ജോർജ് കുട്ടി എന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ടല്ലോ, ഭയങ്കര ഡിബേറ്റ് ഉണ്ടായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. കാരണം ജോർജ് കുട്ടിയുടെ ഫാമിലി ചെയ്തത് വലിയൊരു ക്രൈമാണ്. പക്ഷേ ജോർജ് കുട്ടിയോട് നമുക്കൊരു അല്ലെങ്കിൽ അവരോടൊരു സിമ്പതി എമ്പതി ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ശരിക്കും നിങ്ങൾ എങ്ങനെയാണ് ജോർജ് കുട്ടീനെ കാണുന്നത്? അല്ലെങ്കിൽ ജോർജ് കുട്ടി ചെയ്യുന്ന ഈ ഒരു ക്രിമിനൽ സംഭവം ആണല്ലോ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും. നേരത്തെ പറഞ്ഞു അയാൾ പാവം, അയാളൊരു ഫാമിലിയെ രക്ഷിക്കാൻ നോക്കി. അയാളാരെയും കൊന്നിട്ടൊന്നുമില്ല. അയാളാരെയും കൊന്നിട്ട് ഫാമിലി കൊന്നല്ലോ. അല്ല, അത് അവർ പറയുന്ന പോലെ ജോർജ് കുട്ടി കണ്ടിട്ടില്ല. അയാൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അത് കൊല്ലുകയല്ലല്ലോ, അതൊരു സെൽഫ് ഡിഫെൻസിൽ ഒരു കയ്യബദ്ധം എന്നാണ് പറഞ്ഞത് അല്ലേ. അല്ലാതെ അയാൾ മനഃപൂർവ്വം ഒരു പ്ലാൻ മർഡർ എന്ന് പറയുന്നത് അങ്ങനെയല്ല. മർഡർ അല്ല, അത് ഒരു കൊലപാതകമല്ല. അത് വേണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം. കാര്യം ഇവരോട് എത്ര പറഞ്ഞാലും അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പോലീസിനോട് പറഞ്ഞാൽ പറ്റില്ല. പക്ഷേ അതൊരു കയ്യബദ്ധം, ഒരു പെട്ടെന്ന് ഇപ്പോൾ ഒരു ഡിഫെൻസിൽ പറ്റിപ്പോയ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ എത്രയോ ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട് ചെറിയ. അപ്പോൾ അങ്ങനെ പറ്റിയതിൽ നിന്ന് പിന്നെ നോക്കിയപ്പോൾ അയാളുടെ ഭാര്യ ഇൻവോൾവ് ആകും, അയാളുടെ മകൾ ഇൻവോൾവ് ആകും, അയാൾ ഇൻവോൾവ് ആകും, പിന്നെ ഒരു ചെറിയ മകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് എന്താ ചെയ്യേണ്ടത്? അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു ധാർമ്മികമായ ഉത്തരവാദിത്വം ജോർജ് കുട്ടി ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അയാൾ അതിനെ ഹൈഡ് ചെയ്യാൻ നോക്കി. പക്ഷേ ഈ പോലീസ് അല്ലെങ്കിൽ മറ്റവർ അതിൻ്റെ മോളി വന്നു. അപ്പോൾ അതിൽ നിന്നൊരു ഓട്ടം തുടങ്ങി അയാൾ ആ ഫാമിലി രക്ഷിക്കാൻ. കഴിഞ്ഞ 13 വർഷമായിട്ട് അയാൾ ഓടുകയാണ്. നിങ്ങൾക്ക് ജോർജ് കുട്ടിയോടും ജോർജ് കുട്ടിയുടെ ഫാമിലിയോടുള്ളൊരു ഫീൽ എന്താ? സ്നേഹമാണോ, സിമ്പതിയാണോ, അതോ എമ്പത്തിയാണോ? ഞാൻ പറയട്ടെ അതിനുള്ള ഉത്തരം. ഞാനൊരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് തീർച്ചയായിട്ടും ഒരു ആശാശരത്ത് സിനിമ കാണുകയാണെങ്കിൽ എപ്പോഴും 2 പെൺകുട്ടികളും കൂടെ 2 മക്കളുണ്ട് എനിക്ക്. എപ്പോഴും ആ ജോർജ് കുട്ടിയും കുടുംബത്തിൽ റാണിയോടും ഒപ്പമാണ് എനിക്ക് സിനിമ കാണുമ്പോൾ. അയ്യോ പാവം, അവർക്ക് ഇത് പറ്റിയല്ലോ, അവർ രക്ഷപ്പെടണേ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു പ്രേക്ഷക എന്ന നിലയിൽ. മറിച്ച് കഥാപാത്രമായി ചിന്തിക്കുമ്പം ഒരിക്കലും ജസ്റ്റിസ് കിട്ടാത്ത ഒരു 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 സ്ത്രീയും അല്ലൊരു അമ്മയും ഒക്കെയാണ് ഗീതയും പ്രഭാകർ എന്ന് പറയുന്ന അച്ഛനും. മകൻ മരിച്ചു അല്ലെങ്കിൽ മരിച്ചോ എന്നുള്ളത് കണ്ടിട്ടില്ല, ഉണ്ടോ എന്നറിയില്ല, കൊന്നോ, എല്ലാത്തിനും ഒരു 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 പുക പോലത്തെയാണ്. അവർ പ്രത്യേകിച്ച് ഇത്ര ഒരു സീനിയർ ഓഫീസറായിരുന്നു. അവർ നിയമം നടപ്പിലാക്കിയിരുന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് പോലും ഒരു നീതി കിട്ടിയിട്ടില്ല, ഇപ്പോഴും അന്വേഷണം നടക്കുന്നു. അവരുടെ ഒരു മാനസികാവസ്ഥ അത് അന്നും ഇന്നും എന്നെ ഹോണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർക്ക് ഒരിക്കലും ന്യായം കിട്ടിയിട്ടില്ല എന്ന് തോന്നാറുണ്ട്.
അപ്പോൾ അത് ആലോചിക്കുമ്പോൾ എല്ലാവർക്കും അവരവരുടെ മക്കൾ പ്രിയപ്പെട്ടതല്ലേ. എൻ്റെ മകൻ അല്ലെങ്കിൽ മകളൊരു തെറ്റ് ചെയ്താൽ ശിക്ഷിച്ചോട്ടെ, പക്ഷെ കൊന്നു കളയണമായിരുന്നു എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഗീതാ പ്രഭാകർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നാറുണ്ട്. മറിച്ചൊരു പ്രേക്ഷകയെ ആശയായി കാണുമ്പോൾ ഞാൻ എപ്പോഴും ജോർജ് കുട്ടിയുടെ കൂടെയാണ്. ലാലേട്ടനോ? ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. അത് ഞാനൊരു കാര്യം, അയ്യോ ഞാനെന്താ ഗീതാ പ്രഭാകരനെ അങ്ങനെ പറ്റുമോ? അല്ല, എന്നാലും ഒരു പ്രേക്ഷകനായിട്ട് കാണുമ്പോൾ എനിക്ക് ഗീതാ പ്രഭാകരനെയാണ് കുറച്ചുകൂടെ ഇഷ്ടം. കാര്യം അവർക്ക് ജസ്റ്റിസ് കിട്ടണം. ആദ്യമേ അയാൾ പറഞ്ഞില്ലേ, എല്ലാം കൺഫസ് ചെയ്തില്ലേ, ഞാൻ ഇത് ചെയ്തു എന്നവരെ അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ പറയുമോ ഞാൻ അങ്ങനെ ചെയ്തു പോയി. അതെ. രണ്ടാമത് അങ്ങേര് വന്നപ്പോൾ അങ്ങേരത്തും പറഞ്ഞു നിങ്ങൾ ഇനിയും വരരുത്. അവർ ഇടയ്ക്കിടയ്ക്ക് വന്നാൽ ഞാൻ എന്താ ചെയ്യുക, വീണ്ടും നമ്മൾ അത് വീട്ടിലും. തീർച്ചയായിട്ടും ജോർജ് കുട്ടി ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബോണ്ടിങ് ഉള്ള ആളല്ലേ. അയാൾ പറഞ്ഞല്ലോ ഞാൻ ഏതറ്റം വരെയും പോകും. നമ്മൾ ഈ സിനിമയുടെ എല്ലാ കാര്യങ്ങളും ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏതറ്റം വരെയും ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫാമിലിയെ രക്ഷിക്കാൻ. ഈസ് ട്രൈങ്. അല്ല, ഇപ്പൊ എല്ലാവർക്കും എല്ലാം അറിയാം. എല്ലാവർക്കും അറിയാം. പോലീസിനറിയാം, കുറച്ച് പേർക്ക്. അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടാവും. അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഈ സിനിമ ഒന്നുകൂടെ ആദ്യം വലിയ കാണട്ടെ. അതെ, മെയ് 21 റിലീസ്. അല്ല, ബ്രദർ കാണുന്നതിന് മുമ്പ് കാണുക. ആ, അങ്ങനെ. ഇല്ല, ഞാൻ ഫസ്റ്റ് എന്നിട്ട് ബ്രദറിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. അതാണ് ചെയ്യേണ്ടത്, അതാണ് പ്രതികാരം. അല്ല, ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാൻ നോക്കാറുണ്ട്, പക്ഷെ അവ എടുക്കില്ല. കറക്റ്റ് അറിയാം ടൈം ആയി കഴിഞ്ഞാൽ എൻ്റെ കോള് വരുന്നുണ്ട്. അതുകൊണ്ടാ 21 നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ദിവസം, ലാലേട്ടൻ്റെ ജന്മദിനം. അപ്പം അന്ന് തന്നെ സിനിമ ഇറക്കാൻ നമുക്കുള്ള ഗിഫ്റ്റ് ആണോ? തീർച്ചയായിട്ടും ബർത്ത്ഡേ ഗിഫ്റ്റ്. ബർത്ത്ഡേ ഗിഫ്റ്റ് ഫാനലി പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അതൊരു ഭാഗ്യം കൂടാണ്. കാര്യം സാധാരണ സിനിമകൾ റിലീസ് ചെയ്യുന്ന ഒരു ഫ്രൈഡേ ആണ്, അല്ലെങ്കിൽ തേഴ്സ്ഡേ ആണ്. ഇത് ഭാഗ്യത്തിനൊരു തേഴ്സ്ഡേ ആണ് വരുന്നത്. നേരത്തെ 21 എന്ന് പറയുന്നത് മൺഡേ ആണെങ്കിൽ നമുക്കിത് റിലീസ് ചെയ്യാൻ പറ്റില്ല, അതെ. അല്ലെങ്കിൽ ട്യൂസ്ഡേ ആണെങ്കിൽ പറ്റില്ല, വെനസ്ഡേ ആണെങ്കിലൊക്കെ പറ്റില്ല. സിനിമയ്ക്ക് ഒരു ചെറിയ ഒരു ഗ്രാമർ അല്ലെങ്കിൽ ചില നിയമങ്ങളുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിലാണ് സാധാരണ സിനിമ റിലീസ് ചെയ്യുന്നത്. അല്ലാതെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു സിനിമ വ്യാഴാഴ്ച വരിക, അതെൻ്റെ ഒരു ബർത്ത്ഡേക്ക് വരിക, അത് തീർച്ചയായിട്ടും ഒരു നല്ല സിനിമയായി മാറിക്കഴിഞ്ഞാൽ അതിന് അങ്ങനെയുള്ള പരിശ്രമത്താണ് നമ്മൾ സിനിമ എടുക്കുന്നത്. അത് ഏറ്റവും വലിയൊരു പിറന്നാൾ സമ്മാനമായി മാറട്ടെ, പ്രേക്ഷകർ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ അടുത്ത് കണ്ടതിൽ വെച്ചിട്ട് മനോഹരമായിട്ടുള്ള ഒരു റീയൂണിയൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ലാലേട്ടനും മണ്ണാറത്തൊടി ജയകൃഷ്ണനും തമ്മിൽ നേരിട്ട് കണ്ട ഒരു സംഭവം. ലാലേട്ടൻ എങ്ങനെയാ അത് പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നി. അത് കാര്യം എത്രയോ വർഷങ്ങൾക്ക് ശേഷം എത്രയോ പേര് ശ്രമിച്ചാണ്. തൂവാനത്തുമ്പികളിൽ എത്രയോ പേര് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും കാണാൻ പറ്റാതെ അദ്ദേഹത്തിന് ഇപ്പോൾ 87 വയസ്സായി. ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് അദ്ദേഹത്തിന്. എന്നെക്കാട്ടിലും കൂടുതൽ അദ്ദേഹത്തിനാണ് ആ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായത്. കാര്യം അയാളുടെ ഒരു ക്യാരക്ടറിനല്ലേ നമ്മൾ സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതൊരു വല്ലാത്ത ഒരു കൂടിക്കാഴ്ചയായിരുന്നു. അദ്ദേഹം അത് മനോഹരമായിട്ടത് അദ്ദേഹം സംസാരിച്ചു. അതിൻ്റെ വേറൊരു ഇൻ്റർവ്യൂവും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത്രയും വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഞാനും. കാര്യം എത്രയോ ആൾക്കാർ എത്രയോ പ്രാവശ്യം 500 പ്രാവശ്യം കണ്ട ആൾക്കാരെയൊക്കെ അറിയാം തൂവാനത്തുമ്പികൾ. അതെ. അപ്പോൾ അതിലെ അദ്ദേഹത്തെ ഞാൻ കാണുന്നു എന്ന് പറയുമ്പോൾ അത് കാണുക മാത്രമല്ല, അദ്ദേഹത്തിന് അത് പരിപൂർണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റി. അത് വലിയൊരു കാര്യമായിരുന്നു. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് എൻ്റെ ഒരു ആക്ടറിന് കിട്ടാവുന്ന വലിയ ഭാഗ്യമായിട്ട് ഞാൻ കഴിയും. ഞങ്ങൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. ഇത്ര തവണയൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എങ്കിലും ശരി, എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. ലാലേട്ടൻ്റെ കുറേ പടങ്ങൾ ഞാൻ ചോദിച്ചു ക്ലാരയാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ചിരിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അത് ഞാൻ നിങ്ങളുടെ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാം. എന്നാ അവൻ ഇനി വീട്ടിൽ കയറ്റില്ല ലാലേട്ടൻ. എങ്കിലും ശരി ലാലേട്ടൻ, ഞാൻ ലാലേട്ടൻ്റെ കുറേ പടങ്ങളുണ്ടല്ലോ, ഇപ്പോഴും മുഴുവനായിട്ട് കാണാത്ത കുറേ പടങ്ങളുണ്ട്. ലാലേട്ടൻ്റെ അടി കിട്ടി ലാസ്റ്റ് ജയിലിൽ പോണ പടങ്ങൾ ഞാൻ കാണില്ല, മരിച്ചു പോണ പടങ്ങൾ കാണില്ല, ഇപ്പോഴും കണ്ടിട്ടില്ല. ഉണ്ണികളൊരു കഥാപാത്രമൊന്നും ഞാൻ കണ്ടിട്ടുന്നില്ല, പകുതിക്ക് വെച്ച് നിർത്തണേ ഉണ്ടായതുള്ളൂ. ദൃശ്യത്തില് എന്നെ അടി കിട്ടുന്നൊക്കെ ഇല്ലേ ദൃശ്യത്തില്? എനിക്ക് സഹിച്ചില്ല. അതല്ലേ ഞാൻ പറഞ്ഞു. ഷാജാൻ ചേട്ടനെ എനിക്ക് ഇന്റർവ്യൂവിന് കണ്ടപ്പോൾ ഞാൻ പിടിച്ചു നിർത്തി ചോദിച്ചു. ഷാജാൻ പറഞ്ഞു ഞാൻ നിന്റെ മുമ്പിൽ വരില്ല പറഞ്ഞു. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങളൊക്കെ അടിക്കോ? ഇല്ലേ ചേച്ചി, ഇനി രക്ഷപ്പെട്ടുള്ളൂ, കുഴപ്പമില്ല. എങ്കിലും ശരി. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.